ദേഹോദ്രം ഏൽപ്പിച്ച ശേഷം മൊബൈൽ ഫോൺ കവർന്ന കേസിൽ രണ്ടുപേരെ പുളിക്കീഴ് പോലീസ് അറസ്റ്റ് ചെയ്തു. അമ്പലപ്പുഴയിൽ ബലിതർപ്പണം കഴിഞ്ഞ് യാത്രയവേ വഴിതെറ്റി റോഡരികിൽ സ്കൂട്ടറുമായി നിന്നയാളെ മർദ്ദിച്ച ശേഷം മൊബൈൽ ഫോൺ കവർന്ന പ്രതികളെയാണ് പുളിക്കീഴ് പോലീസ് പിടികൂടിയത്. ഈ മാസം 3-ന് ഉച്ചയ്ക്ക് 12:30 പുളിക്കീഴ് പാലത്തിന് വടക്കുവശം റോഡരികിൽ സ്കൂട്ടറുമായി നിന്ന വള്ളംകുളം സ്വദേശി രാജീവനെ മർദ്ദിച്ച് അവശനാക്കിയ ശേഷം ഫോൺ പിടിച്ചുപറിച്ച് കടന്നുകളഞ്ഞു. നെടുമ്പ്രം പൊടിയാടി എക്കര തെക്കേതിൽ പെറോട്ട രാജേഷ് എന്ന് വിളിക്കുന്ന രാജേഷ് കുമാർ 40, നെടുമ്പ്രം പൊടിയാടി പടിഞ്ഞാശ്ശേരിൽ വീട്ടിൽ കൊച്ചുമോൻ എന്ന് വിളിക്കുന്ന പി ശിവാനന്ദൻ 56 എന്നിവരെയാണ് പോലീസ് പിടികൂടിയത്. പൊടിയാടി ജംഗ്ഷനിൽ വെച്ച് വഴിതെറ്റി മാവേലിക്കരയ്ക്കുള്ള റോഡെ പോവുകയും തുടർന്ന് പാതക്കരികിൽ സ്കൂട്ടർ നിർത്തി ആശയക്കുഴപ്പത്തിൽ നിന്നപ്പോഴായിരുന്നു ഓട്ടോറിക്ഷയിലെത്തിയ പ്രതികൾ രാജീവനെ ആക്രമിച്ചത്. പ്രതികൾ ചേർന്ന് ദേഹമാസകലം മർദ്ദിക്കുകയും ചവിട്ടുകയും ചെയ്ത ശേഷം 12,000 രൂപ വില വരുന്ന മൊബൈൽ ഫോൺ എടുത്തു. 5-ന് പുളിക്കീഴ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയതിനെ തുടർന്ന് പോലീസ് രാജീവന്റെ വീട്ടിലെത്തി മൊഴി രേഖപ്പെടുത്തി കേസ് എടുക്കുകയായിരുന്നു. SI കെ സുരേന്ദ്രനാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. തുടർന്ന് പോലീസ് ഇൻസ്പെക്ടർ അജിത് കുമാറിന്റെ മേൽനോട്ടത്തിൽ നടന്ന അന്വേഷണത്തിൽ SIമാരായ സുരേന്ദ്രൻ, കുരുവിള ASI രാജേഷ്, CPO അനീഷ്, CPOമാരായ അനിൽകുമാർ, സുജിത് പ്രസാദ് എന്നിവരടങ്ങിയ സംഘം പ്രതികളെ വീടുകളിൽ നിന്നും ബുധനാഴ്ച രാത്രി 8 മണിയോടെ കസ്റ്റഡിയിലെടുത്തു. ഇരുവരുടെയും കൈവശമുണ്ടായിരുന്ന മൊബൈൽ ഫോണുകൾ കണ്ടെടുക്കുകയും ഇവരുടെ കുറ്റസമ്മത മൊഴിയുടെ അടിസ്ഥാനത്തിൽ മോഷ്ടിച്ചെടുത്ത ഫോൺ കണ്ടെത്തുകയും ചെയ്തു. പ്രതികൾ സഞ്ചരിച്ച ഓട്ടോറിക്ഷ പുളിക്കീഴ് കടവിന് താഴെ സ്വകാര്യ വ്യക്തിയുടെ തടിമില്ലി സൂക്ഷിച്ച നിലയിലും കണ്ടെത്തി. 1-ാം പ്രതി രാജേഷ് കുമാറിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഓട്ടോറിക്ഷ. ഇയാൾ പുളിക്കീഴ് സ്റ്റേഷനിൽ മുമ്പ് രജിസ്റ്റർ ചെയ്ത 5 കേസുകളിൽ പ്രതിയായിട്ടുണ്ട്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു.